വയനാട്ടിൽ ആളെ കൊല്ലി കാട്ടാനെ പിടികൂടാനുള്ള 3-ാം ദിവസത്തെ ദൗത്യം വൈകിയും തുടരുന്നു. സന്ധ്യ മയങ്ങും വരെ ശ്രമം തുടരാനാണ് ദൗത്യ സംഘത്തിന്റെ തീരുമാനം. ഇന്ന് രാവിലെ മുതൽ ആനയെ പിന്തുടർന്നെങ്കിലും മയക്കുവെടി വയ്ക്കാനുള്ള സാഹചര്യം ഒത്തുവന്നില്ല. 200 പേരടങ്ങുന്ന സംഘമാണ് 10 ടീമുകളായി ബേലൂർ മഖ്രയ്ക്കായി തിരച്ചിൽ നടത്തുന്നത്. ബാവലിയിൽ നിന്നും എം കമൽ ചേരുന്നുണ്ട്. കമൽ, കഴിഞ്ഞ ദിവസത്തെ പോലെ വെറും കൈയോടെ ദൗത്യ സംഘത്തിന് 3-ാം ദിനവും മടങ്ങിയെത്തേണ്ടി വരുമോ? ഇന്ന് ആന ദൗത്യം ഫലം കാണാതെ പോയതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഇപ്പോൾ മഖ്ന ഏത് ഭാഗത്താണുള്ളത്? പ്രജീഷ്, ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു എന്ന ഒരു ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. CCF ബ്രീഫ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ദൗത്യസംഘം പുറത്തേക്ക് വന്നിട്ടില്ല. ഇരുൾ വീഴുന്നതുവരെ ദൗത്യം തുടരാൻ തന്നെയാണ് തീരുമാനം. അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇന്ന് രാവിലെ ഒരു 7:30 ആനയുടെ ആദ്യത്തെ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചു. 9:30 വീണ്ടും സിഗ്നൽ ലഭിച്ചു. ഈ സിഗ്നലുകൾ പിന്തുടർന്നാണ് രാവിലെ മുതൽ ദൗത്യസംഘം ആനയെ പിന്തുടർന്നത്. ഏതാണ്ട് 10:30യോടുകൂടി തന്നെ ആനയെ കാണാനും സാധിച്ചു വാച്ചർമാർക്കടക്കം. ദൗത്യസംഘം 100 മീറ്റർ അടുത്തുവരെ ആനയുടെ അടുത്തുവരെ എത്തി. 200 പേരാണ് 10 ടീമുകളായി ഈ ബാവലി വനമേഖലയിൽ ആകെ ഇന്ന് തെരച്ചിൽ നടത്തിയത്. അതിൽ ദൗത്യസംഘം ആനയുടെ വളരെ അടുത്തെത്തിയെങ്കിലും ആന ആദ്യഘട്ടത്തിൽ ഒരു ചതുപ്പ് നിലത്താണ് നിലയുറപ്പിച്ചിരുന്നത്. അത് മയക്കുവെടി വെക്കാൻ പറ്റിയ സ്ഥലമായിരുന്നില്ല. അവിടേക്ക് വാഹനം എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ഈ മണ്ണുണ്ടി കോളനി പരിസരത്തേക്ക് വീണ്ടും ആനയെത്തി. അവിടെയാണ് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണമൊക്കെ നടത്തിയത്. വെറ്ററിനറി ടീം അടക്കം ആ സ്ഥലത്ത് തുടർന്നിരുന്നു. പക്ഷേ അവിടെയും ഈ വാഹനം എത്തുന്ന ഒരു സ്ഥലമായിരുന്നില്ല. അവിടെ നിന്നും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വീണ്ടും ഈ പ്രധാന പാതയുടെ മാനന്തവാടി മൈസൂർ റോഡിന് അടുത്തുള്ള ഏതെങ്കിലും അനുയോജ്യമായ സ്ഥലത്തേക്ക് ആനയെ എത്തിക്കാനുള്ള ശ്രമമാണ് ഒരു 3 മണി മുതൽ നടന്നുകൊണ്ടിരുന്നത്. അത് ഏതുവരെ എത്തിയെന്നതിന് നമുക്ക് ഇപ്പോഴും ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. അതിനുള്ള ശ്രമം അവർ വൈകിയും തുടരുകയാണ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഇന്ന് സർവ്വസന്നാഹങ്ങളുമായാണ് വനംവകുപ്പ് കാട് കയറിയത്. അയൽ ജില്ലകളിൽ നിന്നടക്കം RRT ടീമുകളും ജീവനക്കാരും ഒക്കെ എത്തിയിരുന്നു. അങ്ങനെയാണ് 200 അംഗങ്ങളുടെ ഒരു ടീം വന്നത്. അതിനെ 10 ടീമുകളാക്കിയാണ് അകത്തേക്ക് കയറിയത്. വെറ്റിനറി ടീമും രാവിലെ മുതൽ തന്നെ വനത്തിന് അകത്ത് ഉണ്ടായിരുന്നു. എന്തായാലും ദൗത്യസംഘം പുറത്തു വന്നെങ്കിൽ മാത്രമേ ഇന്ന് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നേരിട്ടു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഈ ആനയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം, അതുപോലെ ഉയരത്തിലുള്ള അടിക്കാടുകൾ, അതൊക്കെയാണ് ദൗത്യസംഘത്തിന് പ്രധാനമായും വെല്ലുവിളിയാകുന്നത്. മാത്രമല്ല ഇന്ന് അധികവും ഉൾവനത്തിൽ തന്നെയായിരുന്നു. ഈ പ്രധാന റോഡിന് സമീപത്തേക്കൊന്നും ആന വന്നതേയില്ല. അതുകൊണ്ട് തന്നെ വാഹനം എത്തിച്ച ആനയെ കയറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ ഔദ്യോഗികമായോ അല്ലെങ്കിൽ ദൗത്യസംഘം പുറത്തു വന്നതിന് ശേഷം അങ്ങനെയോ നമുക്ക് ലഭിക്കും അല്പസമയത്തിനകം. ഇപ്പോഴും ദൗത്യസംഘം വനത്തിൽ തന്നെ തുടരുകയാണ്. കമൽ, കഴിഞ്ഞ ദിവസം ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധമുണ്ടായി. വൈകുന്തോറുമുള്ള ആശങ്ക അത് മാറി മാറി പോകുന്നു. ഇപ്പോൾ നിലകൊള്ളുന്നത് ജനവാസ മേഖലയ്ക്ക് ഒക്കെ അടുത്താണോ? എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇനി ഈ ദിവസവും കഴിഞ്ഞാൽ 4-ാം ദിവസത്തിലേക്ക് നാളെ കടക്കുകയാണ്. എങ്ങനെയാകും അടുത്ത മണിക്കൂറുകൾ നിർണായകമാകുന്നത് ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം? പ്രജീഷ്, ഇന്നലെ രാത്രി വനംവകുപ്പിന്റെ 13 ടീമുകളും പോലീസിന്റെ 5 ടീമുകളും പ്രദേശത്ത് പട്രോളിംഗ് നടത്തിയിരുന്നു. അത് ആളുകളുടെ ആവശ്യം മാനിച്ചായിരുന്നു. ഇന്നും അത്തരത്തിൽ പട്രോളിംഗ് ഒക്കെ തുടരേണ്ടി വരും. അതിനുള്ള സന്നാഹം അയൽ ജില്ലകളിൽ നിന്നടക്കം വനംവകുപ്പിന് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്നെന്തായാലും അത്തരത്തിൽ ഇതുവരെ പ്രതിഷേധങ്ങളൊന്നും ഉയർന്നിട്ടില്ല. ഇന്ന് നോർത്ത് വയനാട് DFO, ഈ പ്രദേശം ഉൾപ്പെടുന്ന മേഖലയുടെ DFO ഇന്ന് ഈ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിൽ വെച്ചും അതിന് പരിസരത്ത് വെച്ചൊക്കെ അനൗദ്യോഗികമായി നാട്ടുകാരുമായി വിഷയങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. വനംവകുപ്പ് നേരിടുന്ന വെല്ലുവിളികളും ആ പ്രശ്നങ്ങളും ഒക്കെ അദ്ദേഹം സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ഔദ്യോഗിക മീറ്റിംഗ് ആയിരുന്നില്ല. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അത്തരത്തിൽ വനംവകുപ്പ് ഈ ആളുകളുമായും ഒക്കെ, ജനപ്രതിനിധികളുമായും ഈ പ്രദേശത്തെ ആളുകളുമായൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ, ഈ ദൗത്യത്തിൻ്റെ വെല്ലുവിളികളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുക. ഇന്നത്തെ സമരങ്ങളൊക്കെ മാനന്തവാടി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ സംഘടനകളുടെ സമരങ്ങളായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഇന്ന് മാനന്തവാടിയിൽ സമരം ചെയ്തു. അതുപോലെ രാവിലെ BJP DFO ഓഫീസ് ഉപരോധിച്ചിരുന്നു. അത്തരത്തിൽ ഉള്ള സമരങ്ങളൊക്കെ ഇന്ന് മാനന്തവാടി കേന്ദ്രീകരിച്ചാണ് നടന്നത്. പ്രതിപക്ഷ നേതാവ് ഈ അജീഷിന്റെ വീട് സന്ദർശിച്ചു. അതുപോലെ താമരശ്ശേരി ബിഷപ്പും എത്തി. അതല്ലാതെ ഈ ദൗത്യ സംഘത്തിനെ നേരിട്ട് ബാധിക്കുന്ന രീതിയിൽ, ഈ ദൗത്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഇന്നും ഇത് വിജയിച്ചില്ലെങ്കിൽ ആളുകൾക്ക് ആശങ്കയുണ്ടാകും. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. ശരി, എം കമലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ 3-ാം ദിവസത്തെ ദൗത്യവും അനിശ്ചിതത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. സന്ധ്യ വീണിരിക്കുന്നു. ഇരുള് വീഴുന്ന സമയമായതുകൊണ്ട് തന്നെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കാനാണ് സാധ്യത. ഒരു തരത്തിലും പിടികൊടുക്കാതെ വനം വകുപ്പ്
ദൗത്യ സംഘത്തെ കുഴയ്ക്കുകയാണ് മഖ്ന എന്ന കൊലയാളി ആന.